നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പ് വർജനത്തിന്റെ കാലമാണെന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ വർജനത്തിന്റെ കാലത്തിനുമപ്പുറം ആത്മീയമായ വർധനവിന്റെ കാലം കൂടിയാണ് നോമ്പ്. നാം ഒരുമിച്ചുള്ള ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 22-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. നിത്യജീവനു വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു പ്രമാണിയുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് വേദഭാഗം ആരംഭിക്കുന്നത്. പ്രമാണങ്ങളെല്ലാം പ്രമാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ബാഹ്യമായ പ്രകടനങ്ങൾക്കുമപ്പുറം പങ്കുവയ്ക്കൽ പ്രമാണം മറന്നു പോകുന്നിടത്ത് ഈ മനുഷ്യന്റെ ജീവിതം പരാജയപ്പെടുകയാണ്. അവൻ പരിഭവങ്ങളോടെയും ദുഃഖത്തോടെയും മടങ്ങുകയാണ്. നിനക്കൊരു കുറവുണ്ട് എന്ന് യേശു പറയുമ്പോൾ ആ കുറവിനെ അകറ്റാനോ അറിയാനോ ഉള്ള ശ്രമം ആ മനുഷ്യനിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതും അവന്റെ ജീവിതത്തിന്റെ പരാജയ കാരണമാണ്. ഈ നോമ്പ് ചില കുറവുകളെ അറിയുവാനും അകറ്റുവാനുമുള്ള അവസരമാണ്. പങ്കുവയ്ക്കലിന്റെ, തിരിച്ചറിവിന്റെ, തിരുത്തലുകളുടെ കാലമാണ് നോമ്പ്. ഞാൻ ശരിയാണ് എന്ന ചിന്തയോടുകൂടി ആത്മധൈര്യത്തോടുകൂടിയാണ് പ്രമാണി യേശുവിനെ കാണാൻ കടന്നു പോകുന്നത്. എന്നാൽ ഹൃദയത്തിൽ ദൈവത്തിനും മനുഷ്യനും ഇടം കൊടുക്കാത്തത് അവൻ ന്യായപ്രമാണത്തോട് കാണിക്കുന്ന ആത്മവഞ്ചന തന്നെയാണ്. ഈ നോമ്പിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചില നിയമങ്ങളുടെ അനുസരണം മാത്രമല്ല, ആഴത്തിലുള്ള ഒരു ആത്മപരിശോധനയും അതിലൂടെ ഉളവാക്കപ്പെടേണ്ടുന്ന ആർദ്രതയുടെ ഭാവവുമാണ്. എല്ലാം പങ്കിടണം എന്ന് പറയുമ്പോൾ തനിക്ക് ഉണ്ടാകാമാകുന്ന സാമ്പത്തിക നഷ്ടത്തെപ്പറ്റിയാകാം ആ മനുഷ്യൻ ചിന്തിച്ച് ദുഃഖത്തോടെ മടങ്ങിപ്പോകുന്നത്. എന്നാൽ അവൻ അറിയാതെ പോയ ഒരു സ്വർഗീയ ലാഭത്തിന്റെ, നിത്യജീവന നിക്ഷേപത്തിന്റെ കണക്ക് അവൻ മറന്നു പോകുന്നുണ്ട്. പങ്കിടുമ്പോൾ അവന് നഷ്ടമാകുന്നത് ഈ ലോകത്തിന്റെ സമ്പത്തിന്റെ ഭാഗവും അവൻ നേടിയെടുക്കുന്നത് സ്വർഗീയ നിക്ഷേപത്തിന്റെ ഭാവവുമാണ്. പ്രിയരെ, ഈ നോമ്പ് കുറവിനെ കുറിച്ചുള്ള അറിവിന്റെ നോമ്പാവട്ടെ. ഈ നോമ്പ് ചില തിരയലുകളുടെയും തിരുത്തലുകളുടെയും നോമ്പാവട്ടെ. ഈ നോമ്പ് ലൗകികമായ ലാഭത്തിനുമപ്പുറം നിത്യജീവന്റെ നിക്ഷേപത്തിന്റെ നോമ്പാവട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, കുറവുള്ള ഞങ്ങളെ സ്വർഗീയമായ കഴിവുകളാൽ നിറയ്ക്കണമേ. നിത്യജീവന്റെ നിക്ഷേപത്തിനു വേണ്ടി പ്രവർത്തിപ്പാനും ആ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.